പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള 4ാമത്തെ ചാപ്റ്ററാണ് ഉള്ളത്. ഈ ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ്. ഈ വർഷം പരീക്ഷയ്ക്ക് കൂടുതലും 80% മാർക്കും ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഇത് കാണുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിരിക്കും. ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാമുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ പുതിയ കാര്യങ്ങൾ മലയാളത്തിലും ഉള്ള നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും, പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസും ലഭിക്കും. വെബ് ടെക്നോളജി, ഇതിലാദ്യം നമുക്ക് ഫോക്കസ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജാണ് പറഞ്ഞിരിക്കുന്നത്. വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വിശാലമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ പോർഷനും നമുക്ക് പഠിക്കേണ്ട. അതിൽ നമുക്ക് പഠിക്കേണ്ടത് മാത്രം ഞാൻ പറയുന്നു. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് എന്താണ്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്നാൽ എന്താണത്? എവർ ചേഞ്ചിങ് എന്നാണ്. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ നമ്മളൊരു HTML ഒരു പ്രോഗ്രാം എഴുതിയാൽ അല്ലെങ്കിൽ ഒരു കോഡ് എഴുതിയാൽ അത് സ്റ്റാറ്റിക്കാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്തിൽ എപ്പോഴും അത് മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അതിനകത്തിൽ പുതിയ പേജസ് ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മുഴുവൻ മാർക്കും വരുന്നു. അപ്പോൾ അതൊരു ഡൈനാമിക് വെബ് പേജ് എന്ന് പറയാം. ഓരോ രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോഴും പുതിയ പേജുകളാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഡൈനാമിക്. അപ്പോൾ അങ്ങനെയുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. ഇതിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാവും. പരീക്ഷയ്ക്ക് പഠിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. സ്റ്റാറ്റിക്, ദ കണ്ടൻറ് ആൻഡ് ലേഔട്ട് ഓഫ് ദ വെബ് പേജ് ഈസ് ഫിക്സ്ഡ്. ആദ്യം ഓർക്കുക, സ്റ്റാറ്റിക്കിൻ്റെ കണ്ടൻറ്റ് ഫിക്സ്ഡ് ആണ്. എന്നാൽ ഡൈനാമിക്കിലെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യും ഡ്യൂറിങ് റൺ ടൈം. സ്റ്റാറ്റിക് വെബ് പേജസ് നെവർ യൂസ് ഡേറ്റാബേസ്. അവിടെ ഡേറ്റാബേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കണം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ഡേറ്റാബേസും ഇല്ല, ജസ്റ്റ് ചെയ്യുന്നു, കാണുന്നു. എന്നാൽ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിൽ സെർവറിൽ എല്ലാ കുട്ടികളുടെയും മാർക്ക് അടങ്ങിയ ഒരു ഡേറ്റാബേസ് ഉണ്ട്. അതിനകത്തുനിന്നാണ് എടുത്തുകൊണ്ട് തരുന്നത്. ഡേറ്റാബേസ് ഇസ് യൂസ് ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടൻറ്റ്. അതുകൊണ്ടാണ് ഡൈനാമിക് കണ്ടൻറ്റ് എന്നതിനെ പറയുന്നത്. അപ്പോൾ ഡേറ്റാബേസ് ആവശ്യമാണ് ഡൈനാമിക്കിൽ. ഇനി സ്റ്റാറ്റിക് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദി ബ്രൗസർ ഡി നോട്ട് റിക്വയർ ദി സെർവർ. സ്റ്റാറ്റിക് പേജിന് സെർവർ ഒന്നും വേണ്ട, അത് നമ്മുടെ ബ്രൗസറിൽ തന്നെ അത് വർക്ക് ചെയ്തോളൂ. ഡൈനാമിക് പേജ് റൺസ് ഓൺ ദി സെർവർ. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നത് സെർവറിലാണ്. കാരണം സെർവറിനകത്തു നിന്നാണ് നമുക്ക് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റയൊക്കെ എടുത്തുകൊണ്ട് തരേണ്ടത്. സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ഈസി ടു ഡെവലപ്പ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് യൂസ് ചെയ്യാം, പിന്നെ ഉണ്ടാക്കാം. നമുക്ക് തന്നെ ഈസി ആയിട്ട് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ഒരു വെബ് പേജ് ഉണ്ടാക്കാം. ഡൈനാമിക് വെബ് പേജ് ഡെവലപ്മെൻറ്റ് റിക്വയർസ് പ്രോഗ്രാമിംഗ് സ്കിൽ. നല്ല പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഇനി അടുത്ത് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാമോ? സ്ക്രിപ്റ്റ് എന്താണെന്ന് ഒരു വാക്കിൽ ഞാൻ പറയാം. HTML-നകത്ത് എഴുതുന്ന ചില പ്രത്യേകതരം കോഡുകളെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സിനിമയൊക്കെ നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിരിക്കണം. നമ്മൾ കാണുന്ന പരസ്യങ്ങൾ, നമ്മൾ ചിലത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആ പ്രോഗ്രാമിനകത്ത് എഴുതുന്ന ചില സ്ക്രിപ്റ്റുകളാണ്. ചില പ്രത്യേകതരം കോഡുകൾ, ആ കോഡ് അതിനിടയ്ക്ക് കിടന്ന് വർക്ക് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റ്. ഇത് HTML എഴുതണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ആണ് എഴുതേണ്ടത്. ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, അതാണിപ്പോൾ പറയുന്നത് നമ്മൾ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലയൻറ്റ് സൈഡിൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദി ക്ലയൻറ്റ് ബ്രൗസർ. അത് ഇച്ചിരി സിമ്പിളാണ്. ഏത് സ്ക്രിപ്റ്റാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, ആ സ്ക്രിപ്റ്റ് നമ്മുടെ ബ്രൗസറിലേക്ക് അങ്ങ് കോപ്പി ചെയ്യും. പക്ഷേ സെർവർ സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത് സെർവറിലാണെന്നുള്ള കാര്യം ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവാണ്. ആ അറിവ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണണം. സ്ക്രിപ്റ്റ് റിമെയിൻസ് ഇൻ ദി വെബ് സെർവേഴ്സ്. സ്ക്രിപ്റ്റ് ഇവിടെ കിടക്കുന്നത് വെബ് സെർവറിലാണ്. അവിടെ പോയി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ. റിസൾട്ട് കാണിക്കും. പക്ഷേ മറ്റേത് സ്ക്രിപ്റ്റ് ഇനി കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് ബ്രൗസറിലാണത് വർക്ക് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. 2, സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയൻറ്റ് ബ്രൗസർ. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ ക്ലയൻറ്റ് ബ്രൗസറിലാണ്. മറ്റേതോടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി
വെബ് സെർവർ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ വെബ് പേജാണ് എവിടേക്ക് വരുന്നത്? ക്ലയൻറ്റ് ബ്രൗസറിലേക്ക്. ക്ലയൻറ്റ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ആരാണോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അയാളുടെയാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അയാൾ ഉപയോഗിക്കുന്ന ബ്രൗസറാണ് ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡേറ്റ അറ്റ് ദി ക്ലയൻറ്റ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഡേറ്റ വാലിഡേഷൻ മാത്രം ഉണ്ടെങ്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെർവർ സൈറ്റ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ടു കണക്ട് ടു ഡേറ്റാബേസസ് ആൻഡ് റിട്ടേൺ ഫ്രം ദ വെബ് സെർവർ. സെർവർ സൈഡിലാണെങ്കിൽ അവിടെ ഡേറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ വേണം. അതിൻ്റെ റിസൾട്ട് വെബ് സെർവറിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മളെ തരുന്നതാണ്. ഇനി നാലാമത്തെ, യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ യൂസർ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ സെർവർ സൈഡിൽ യൂസർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദ ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദി വെബ് ബ്രൗസർ അഫക്ട് ദ വർക്കിംഗ് ഓഫ് ദി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ദ ഫീച്ചർ ഓഫ് വെബ് സെർവർ ഡസ് നോട്ട് അഫക്ട് ദ വർക്കിംഗ് ഓഫ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. അപ്പോൾ എല്ലാം പഠിച്ചിട്ട് ഒരു 3-4 എണ്ണമെങ്കിലും പഠിച്ച് വെച്ചേക്കണം. നിങ്ങൾക്കത് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്തുള്ളത് സ്ട്രക്ചർ ഓഫ് HTML ടാഗ്. ഒരു HTML ആണ് നമ്മൾ പഠിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് HTML ഉപയോഗിക്കുന്നത്, അല്ലേ? ഓക്കെ, നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് HTML. ഒരു HTMLൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഇവിടെ നമ്മുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, എല്ലാ HTMLും സ്റ്റാർട്ട് ചെയ്യുന്നത് HTML അതിൻ്റെ 2 സിമ്പൽ കാണും. ലെസ് ദാൻ സിമ്പലിന് ഇടയ്ക്കാണ് എഴുതുന്നത്. ഇതിനെ ടാഗ് എന്ന് പറയും. ഹെഡ്, ടൈറ്റിൽ നമ്മുടെ വെബ് പേജിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. ഇനി ഹെഡ് ക്ലോസ് ചെയ്തു, ടൈറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈറ്റിലും ക്ലോസ് ചെയ്തു, ഹെഡും ക്ലോസ് ചെയ്തു. പ്രധാനപ്പെട്ട അട്രിബ്യൂട്ട് ടാഗ് എന്ന് പറയുന്നത് ബോഡി അട്രിബ്യൂട്ടാണ്. ഇതിനകത്ത് എഴുതുന്ന കാര്യമാണ് ഒരു വെബ് പേജിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോഡി ടാഗ് ഉണ്ട്. ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് വി റിട്ടേൺ ഇൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈസ് കോൾഡ് എ ടാഗ്. സോ ബോഡി ഈസ് എ ടാഗ്. അതിനകത്ത് എഴുതുന്നു ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ്. ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇതാണ് സ്ട്രക്ചർ. അപ്പോൾ ഏതെങ്കിലും ടാഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യണം. അതാണ് ഒരു ജനറൽ സ്ട്രക്ചർ. HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി ക്ലോസ്. അപ്പോൾ അതിവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്ക് 2 തരത്തിലുള്ള ടാഗുകൾ ഉണ്ട്. ഒന്ന് കണ്ടെയ്നർ ടാഗ് ആൻഡ് എംപ്റ്റി ടാഗ്. അതാണ് നിങ്ങളുടെ അടുത്ത ഇതിനകത്തുള്ളത്. കണ്ടെയ്നർ ആൻഡ് എംപ്റ്റി ടാഗ് ഫോക്കസ് ഏരിയയിൽ തന്നെ ഉണ്ടത്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് ആരംഭിക്കുകയും അത് സ്ലാഷ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ്. സോ ഇറ്റ് ഹാസ് ആൻ ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. HTML നമ്മളിപ്പോൾ കണ്ടതൊക്കെ പിന്നെ കണ്ടെയ്നർ ടാഗാണ്. HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി ഇതെല്ലാം കണ്ടെയ്നർ ടാഗാണ്. കാരണം ഏത് ടാഗ് ആരംഭിച്ചിട്ടുണ്ടോ അത് അവസാനിപ്പിച്ചിട്ടുകൊണ്ട് സ്ലാഷ് ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ചില ടാഗുകൾ നമുക്ക് ആരംഭിക്കുക മാത്രം മതി. ഇറ്റ് ഹാസ് ഓൺലി സ്റ്റാർട്ട് ടാഗ്. അതെന്ത് ചെയ്തിട്ടില്ല, അത് അവസാനിപ്പിച്ചിട്ടില്ല. അതിന് എന്ത് പറയും നമ്മൾ? എംപ്റ്റി ടാഗ് എന്ന് പറയും. എന്ത് പറയും? BRHRIMG ഇത്തരം ടാഗുകളെ നമ്മൾ എന്ത് പറയും? എംപ്റ്റി ടാഗ്. കാരണം അത് ആരംഭിച്ചാൽ മാത്രം മതി, സ്ലാഷ് കൊണ്ട് അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് കണ്ടെയ്നർ ആൻഡ് എംപ്റ്റി ടാഗിനെ പറ്റി പറയാൻ. ഇനി അടുത്തത് നമ്മളത് കോമൺ അട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. അതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ടാഗും പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് ബോഡി ടാഗ്. ഞാൻ പറഞ്ഞത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാഗ് ഇൻ HTML ഈസ് ബോഡി ടാഗ്. ഇതിനകത്ത് എഴുതുന്ന കാര്യമാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അട്രിബ്യൂട്ട്സ് നമ്മുടെ സ്കീമിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വെബ് പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അതാണ് കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ കൊടുക്കേണ്ടത് ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു sky.jpg എന്ന് പറഞ്ഞാൽ sky.jpg എന്ന് പറയുന്നൊരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടെന്ന് വിചാരിക്കാം. അതപ്പോൾ ഔട്ട്പുട്ടായിട്ട് വരും. കണ്ടില്ലേ? അപ്പോൾ ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തെ BG കളർ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷേ ഒരു കളറാണ് കൊടുക്കേണ്ടത്. കളർ BG, ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബോഡി, കളർ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട്. അതിന് RGB വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ കളർ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും അത് വർക്ക് ചെയ്തോളും. നമ്മൾ എഴുതുന്ന വെബ് പേജിനകത്ത് ടെക്സ്റ്റ്, നമ്മൾ എഴുതുന്ന അക്ഷരത്തിന് എന്ത് നിറം വേണം? ഉദാഹരണം ബോഡി ടെക്സ്റ്റ് ഈക്വൽ ടു യെല്ലോ എന്ന് കൊടുത്താൽ നമ്മൾ ഈ വെബ് പേജിൽ എഴുതുന്ന ഔട്ട്പുട്ട് വരുമ്പോൾ ഔട്ട്പുട്ടിനകത്തിലെല്ലാം യെല്ലോ ആയിരിക്കും. ലിങ്ക്, A ലിങ്ക്, B ലിങ്ക്. നമ്മൾ ചില വെബ് പേജിൽ ചില വാക്കുകൾ എടുത്ത് എഴുതുന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് സിമ്പിൾ കാണും. ഹാൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ലിങ്ക് ഉണ്ടെന്നാണ്. അപ്പോൾ 3 തരത്തിലുള്ള ലിങ്ക് ഉണ്ട്. ലിങ്ക്, A ലിങ്ക്, B ലിങ്ക്.
ലിങ്ക് എന്ന് പറഞ്ഞാൽ ലിങ്കുള്ള വാക്കെന്നർത്ഥം. എ ലിങ്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലിങ്ക്, കറണ്ടായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്ക്. വി ലിങ്ക് എന്ന് പറഞ്ഞാൽ വിസിറ്റഡ് ലിങ്ക്, മുൻപ് എപ്പോഴോ നമ്മൾ ആ ലിങ്ക് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അത്തരം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലിങ്ക്. ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, നമ്മുടെ വെബ് പേജിൻ്റെ ലെഫ്റ്റ് എത്ര മാർജിൻ വേണം, ടോപ്പ് എത്ര മാർജിൻ വേണം എന്നൊക്കെ നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ ബോഡി ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 60, ടോപ്പ് മാർജിൻ ഈക്വൽ ടു 70. അപ്പോൾ അത്രയും ഔട്ട്പുട്ട് വരുന്ന പറഞ്ഞാൽ അത്രയും സ്പേസ് ഒഴിച്ചിട്ടിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഇത് കൂടാതെ കുറച്ച് മറ്റ് ചില ടാഗുകളോട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും പറഞ്ഞു. കോമൺ അട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്, യൂസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടാഗ്. അടുത്തത് ഹെഡിങ് ടാഗുകൾ, BR, PHR, ഇതിനെപ്പറ്റിയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെഡിങ് ടാഗുകൾ ഇതാണ്ട് ഹെഡിങ് ടാഗ്സ്. നമുക്കറിയാം ചില വെബ് പേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹെഡിങ്ങുകളൊക്കെ പ്രത്യേകം വലിപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് സൈസ് കൊടുക്കാതെ തന്നെ H1 എന്ന് കൊടുത്താൽ താരതമ്യേന വലിയ ഹെഡിങ്ങിൽ വരും. അപ്പോൾ H1 to H6 എന്ന് പറയുന്നത് ഹെഡിങ് ടാഗ്സ് ആണ്. ദേ ആർ ടു ക്രിയേറ്റ് ഡിഫറൻറ്റ് ഹെഡിങ്സ്, അങ്ങനെയാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അതിനാണ് ഹെഡിങ് ടാഗ്സ് എന്ന് പറയുന്നത്. H1 to H6 ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് താണ്ട് എഴുതിയിരിക്കുന്ന പ്രോഗ്രാം കണ്ടോ, H1 എഴുതുന്നതിനകത്ത് വലിയ ഹെഡിങ്ങാണ്, H2 താരതമ്യേന ഇച്ചിരൂടെ ചെറുതാണ്. അപ്പോൾ തൊട്ട് മുകളിൽ കാണുന്നതിനെക്കാട്ടിൽ 20% വലിപ്പക്കുറവായിരിക്കും രണ്ടാമത് കാണുന്നത്, H2 കാണുന്നത്. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ എല്ലാം H6 എന്ന് പറയുന്നത് താരതമ്യേന ഏറ്റവും ചെറിയ ഹെഡിങ്ങിലായിരിക്കും വരുന്നത്. അതാണ് ഹെഡിങ് ടാഗുകളെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ളത് ഹെഡിങ് ടാഗ് കഴിഞ്ഞാൽ പിന്നെ BR ടാഗ്. ഇതിനിടയ്ക്ക് ഒത്തിരി ടാഗുകളുണ്ട്, അത് നമ്മൾ മിസ് ചെയ്യുകയാണ്. BR ബ്രേക്ക് ദ ലൈൻ എന്നാണ്. ഇൻസേർട്ട് എ ലൈൻ ബ്രേക്ക്. നമ്മൾ ഈ HTML എഴുതുന്നത് തന്നെ നോട്ട് പാഡിലോ ജീനിക്കകത്തോ ടൈപ്പ് ചെയ്തിട്ട് .html സേവ് ചെയ്യുമ്പോഴാണ് HTML കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജീനിക്കകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും 2 ലൈനായിട്ട് എഴുതിയാൽ ഔട്ട്പുട്ട് വരുമ്പോൾ സിംഗിൾ ലൈനായിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് എൻകൗണ്ടർ ചെയ്യുന്നത്, അടുത്ത ലൈനാണെന്നുള്ളത്? വെനെവർ ആൻഡ് BR ഈസ് എൻകൗണ്ടർഡ് ആഫ്റ്റർ ദാറ്റ് എ ന്യൂ ലൈൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ C++ൽ /n ഉപയോഗിക്കുന്ന പോലെയാണ് ഇവിടെ BR ബ്രേക്ക് ദ ലൈൻ. കണ്ടോ, ഓരോ ലൈനും കഴിഞ്ഞിട്ട് ഓരോ BR ടാഗുണ്ട്. BR അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് വന്നപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ പാരഗ്രാഫായിട്ട് വന്നതിന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് BR ടാഗ്. ഇനി നമുക്കടുത്തത് P ടാഗാണ്. അനദർ ടാഗ് ഈസ് കോൾഡ് P. അപ്പോൾ നമുക്ക് കുറേ ടാഗുകളൊക്കെ ഒഴിവാക്കുന്നുണ്ട്. ഫോക്കസ് ബേസ് ചെയ്താണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഇത് കേൾക്കുക. കുറേ ടാഗുകളുണ്ട്. P ടാഗ് ഈസ് യൂസ് ടു ക്രിയേറ്റ് പാരഗ്രാഫ് ടാഗ് എന്നാണ് അതിനറിയപ്പെടുന്നത്. P ടാഗ്, പാരഗ്രാഫ് ടാഗ്. നമ്മൾ വിചാരിക്കുക HTML ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് പാരഗ്രാഫായിട്ട് ഔട്ട്പുട്ടിൽ വരുമെന്നുള്ളത് വരത്തില്ല. എവിടെ P എന്ന് കൊടുക്കുന്നോ അതിന് ശേഷമുള്ളത് മാത്രമേ എന്ത് വരത്തുള്ളൂ, പാരഗ്രാഫായിട്ട് വരത്തുള്ളൂ. അതാണ് P ടാഗ് എന്ന് പറയുന്നത്. അത് ഓർത്തിരുന്നാൽ മതി, P ടാഗ്. ഇനി അടുത്തത് HR ടാഗ്. Pയും HR ഒത്തിരി എണ്ണം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക. ഇത് P ടാഗ് ടാഗുകളെ പറ്റിയുണ്ട്. HR എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ അടിയിലൊരു വര വരയ്ക്കണം, എന്നുണ്ടെങ്കിൽ അത് HR കൊടുക്കും. നമ്മൾ സാധാരണ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അണ്ടർസ്കോർ അല്ലെങ്കിൽ നമ്മൾ U ക്ലിക്ക് ചെയ്താൽ താഴെ വര വരും. പക്ഷേ ഇവിടെ അങ്ങനെ വരത്തില്ല. ഒരു ലൈനിനടിയിൽ ഒരു വര വരണമെന്നുണ്ടെങ്കിൽ അത് HR ടാഗിനകത്താണ് വരുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. HR ടാഗ്. ഇനി അടുത്ത ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ്. അത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്തൊക്കെയാണെന്നുള്ളത് കുറേ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്ന്. B മേക്കിംഗ് ടെക്സ്റ്റ് ബോൾഡ്. നമ്മൾ എഴുതുന്നത് ബോൾഡ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് എഴുതുന്നതെല്ലാം ബോൾഡായിരിക്കും. I ഇറ്റാലിക്സ്. U അണ്ടർലൈൻ. S ആൻഡ് സ്ട്രൈക്ക്. നമ്മളൊരു വര വരയ്ക്കണം, നമ്മൾ എഴുതുന്നതിൻ്റെ കൂടെ ഒരു വര വരയ്ക്കണം ഇതുപോലെ. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇനി ബിഗ്, സ്മോൾ, സ്ട്രോങ്. ഇതെല്ലാം നമുക്ക് ബിഗ് നമ്മൾ എഴുതുന്നതിനെക്കാട്ടിൽ വലിപ്പം കൂട്ടി വരണം. സ്മോൾ എന്ന് പറഞ്ഞാൽ എഴുതുന്നതിനെക്കാട്ടിൽ ചെറിയ സൈസിൽ വരണം. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾഡ് സൈസിൽ വരാൻ വേണ്ടിയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രകാരമാണ്. എംഫസൈസിങ്, ഇച്ചിരൂടെ കട്ടി കൂട്ടി വരാൻ വേണ്ടി. സബ് ആൻഡ് സുബ്. സബ് എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതുന്നതിന്, ഏതെങ്കിലും ഒരു വാക്കിൻ്റെ മുകളിൽ എഴുതുന്നതിന് സബ്, താഴെ എഴുതുന്നതിനെ താഴെ എഴുതുന്നതിനെ സബ് എന്നും മുകളിൽ എഴുതുന്നതിനെ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ H2O എന്ന് നമുക്ക് വരണം. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കണം, അതിൻ്റെ കോഡ് എങ്ങനെ കൊടുക്കണം? H sub 2 sub ക്ലോസ്.
ഒ എന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് H2O എന്ന് വരും. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ബ്ലോക്ക് കോഡ്സ് ഇൻഡൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലോക്ക് കോഡ്സ് ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാർക്യൂ എന്ന് പറയുന്നത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സാധനമാണ് ഈ മാർക്യൂ എന്ന് പറയുന്നത്. ചില വേർഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചില അതിൻ്റെ താഴെ കിടന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങളൊക്കെ സ്ക്രോൾ ചെയ്യുന്നത് കാണാം. ഇപ്രകാരം നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയാണ് മാർക്യൂ ടാഗ് ഉപയോഗിക്കുന്നത്. സ്ക്രോൾ ഡിസ്പ്ലേസ് എ പീസ് ഓഫ് ടെക്സ്റ്റ് ഓർ ഇമേജ് സ്ക്രോളിംഗ് ഹൊറിസോണ്ടലി യുവർ വെർട്ടിക്കലി, മുകളിലോട്ടോ താഴോട്ടോ സ്ക്രോൾ ചെയ്യാൻ സാധിക്കും അതെന്ന് പറയുന്നത്. അട്രിബ്യൂട്ട്സ് ഹൈറ്റ്, വിഡ്ത്ത്, ഡയറക്ഷൻ, ബിഹേവിയർ, സ്ക്രോൾ ഡിലേ, സ്ക്രോൾ എമൗണ്ട്, ലൂപ്പ്, BG കളർ, H സ്പേസ്, B സ്പേസ്, ഇത്രയാണ് അതിൻ്റെ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ മാർക്യൂ കൊടുത്തിരിക്കുന്നു. മാർക്യൂ ഹൈറ്റ് 100, H സ്പേസ് ഇത്രയാണ്, കുറേ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്ക്രോൾ ചെയ്യാൻ പറയുന്നു. അതുകൊണ്ട് താഴത്ത് കാണുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യും. ഈ പച്ചക്കകത്ത് കാണുന്നത് ഹൊറിസോണ്ടലായിട്ട് H സ്പേസ് ഹൊറിസോണ്ടലായിട്ട് സ്ക്രോൾ ചെയ്യാനാണ്, അങ്ങനെ സ്ക്രോൾ ചെയ്യും. അപ്പോൾ മാർക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനോഹരമാക്കാൻ വേണ്ടിയാണ്, സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയാണ് മാർക്യൂ ടാഗ് ഉപയോഗിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്യൂ കണ്ടന്റ് ദ ബ്രൗസർ which displays the piece of text of image scrolling horizontally or vertically, അതാണ് മാർക്യൂ. ഇനി ഫോണ്ട് ആൻഡ് IMG ടാഗ്. നമുക്ക് ഫോണ്ട് ടാഗിനെ പറ്റി നോക്കാം. ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് allows to change the size, style and color of the text enclosed within font. അപ്പോൾ ഇതിനകത്ത് എഴുതുന്ന അക്ഷരങ്ങളുടെ കളറോ ഫോണ്ടോ സ്റ്റൈലോ ഒക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതാണ് ഫോണ്ട് ടാഗ് എന്ന് പറയുന്നത്. ഈ ഫോണ്ട് ടാഗുമായിട്ട് ബന്ധപ്പെട്ടൊരു എഴുതിയിട്ടാണ് ഇവിടെ ഫോണ്ട് സൈസ് ഈക്വൽ ടു 6, ഫേസ് ഈക്വൽ ടു കൊറിയർ ന്യൂ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് കണ്ടോ, ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ്. ഇനി നമുക്ക് ഫോക്കസ് പോയിന്റിൽ പഠിക്കാനുള്ള ഓർമ്മമാണ് IMG ടാഗ്. IMG എന്ന് പറഞ്ഞാൽ ഇമേജ് എന്നാണ്. നമുക്കൊരു നമ്മുടെ വെബ് പേജിലൊരു പുറത്തു നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു ഇമേജിനെ കൊണ്ടുവരണം. അതിനുപയോഗിക്കുന്ന ടാഗാണ് IMG ടാഗ്. HTML പ്രൊവൈഡ്സ് എ ടാഗ് IMG ടു ഇൻസേർട്ട് ഇമേജസ് ഇൻ HTML പേജസ്. HTML-നകത്തിൽ ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയാണ് IMG ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബോഡി BG കളർ ആവശ്യമായിട്ടുള്ളതൊക്കെ പറയുക. ഇനി ഇതാണ് IMG SRC. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അട്രിബ്യൂട്ട് ഓഫ് IMG ഈസ് SRC, സോഴ്സ്. എവിടെയാണ് ഇത് കിടക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലിങ്കിൽ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ ഓരോന്ന് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വരും. IMG ടാഗ് ഇസ് യൂസ് ടു ക്രിയേറ്റ് ടു ബ്രിങ് ഇമേജസ് ഫ്രം ദ കമ്പ്യൂട്ടർ ടു അവർ വെബ് പേജ്. അപ്പോൾ ഇനി നമുക്ക് ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില അട്രിബ്യൂട്ട്സ് കൂടെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ബോട്ടം, മിഡിൽ, ടോപ്പ്, അതാണ് അതിൻ്റെ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ബോർഡർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്തിൽ പറയാനുള്ളത്. ഇത് വളരെ നല്ലൊരു ചാപ്റ്ററാണ്, എളുപ്പമൊന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഫോക്കസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്താണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഓരോന്നും ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വിശദമായ വീഡിയോ ഫുൾ മാർക്കൊക്കെ മേടിക്കേണ്ടത് അതുകൂടെ കാണുക. ഇത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് 80%-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. ഈ വിവരങ്ങളൊക്കെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മലയാളത്തിലുള്ള നോട്ട്സും വിശദമായിട്ടുള്ള മറ്റ് ചില ഇതൊക്കെ ഞാൻ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ മെമ്പറായാൽ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈക്ക് ചെയ്യുക. അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.